ചെന്നൈയിലെ അമ്പത്തൂരിലേക്ക് നമ്മൾ പോവുകയാണ്. അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മുന്നിൽ, ആ ഫാക്ടറിക്ക് മുന്നിൽ നമുക്കൊപ്പം മുഹമ്മദ് റഹീസ് ഉണ്ട്. റഹീസ് കൂടി ചേരുന്നു. റഹീസ്, യഥാർത്ഥത്തിൽ കൂടുതൽ അന്വേഷണം SIT വ്യാപിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയും മറുപടികൾ ഒരുപാട് പറയേണ്ടി വരും. വിവരങ്ങൾ SKN സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO മറുപടി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ അവർ അനധികൃതമായി യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു പുതിയ ചെമ്പ് പാളി കൊണ്ടു നൽകി അവിടെ തങ്ങൾ ഗോൾഡ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തു എന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. നമ്മളോടക്കം അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു വാദം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ചെമ്പ് പാളിയാക്കി ഈ പുതിയ ചെമ്പ് പാളി നിർമ്മിക്കുന്നതിന്, അല്ലെങ്കിൽ നേരത്തെ കൊണ്ടുവന്ന ഈ സ്വർണം ഉരുക്കുന്നതിന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് സഹായിച്ചു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ചില അയോഗ്യതകൾ ഉണ്ടായിരുന്നു എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഉത്തരവ് മാറ്റിക്കൊണ്ടാണ് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം പൂശാനുള്ള നടപടി, അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാനുള്ള നടപടി ക്രമങ്ങളുമായി മുന്നോട്ട് പോയത്, അവർക്ക് കരാർ നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയും കോടതി കണ്ടെത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഒരു ഹോട്ട്സ്പോട്ടായി മാറിയത്. 2 ദിവസങ്ങളിൽ പോലീസ് പൂർണ്ണമായും ഇവിടെ പരിശോധന നടത്തി. ഏതാണ്ട് ഒരു 50-55 മണിക്കൂറോളം ഇവർ പരിശോധന നടത്തിയതിനു ശേഷമാണ് ചെന്നൈയിൽ നിന്ന് മടങ്ങിയത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തെളിവെടുപ്പിനെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായി സ്മാർട്ട് ക്രിയേഷൻസ് മാറുന്നു. അവിടുത്തെ CEOയും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ രാവിലെ എത്തി ഏതാണ്ട് വൈകിട്ട് 6:30 മടങ്ങി. അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിലും അവർ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ SIT സംഘം എത്തും എന്നുള്ള വിവരങ്ങളൊക്കെയും പുറത്തു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഒരു മുന്നൊരുക്കമൊക്കെയും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് ക്ലോസ് ആണ്. ഏതാണ്ട് ഒരു 9:30 സാധാരണഗതിയിൽ തുറക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ രേഖകളൊക്കെ പോലീസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവിടെ എത്തുക, രേഖകളൊക്കെയും വീണ്ടും അദ്ദേഹത്തിനെ കൂടി കാണിച്ച് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടി അതൊക്കെ കണ്ടെടുക്കുക എന്നതടക്കമുള്ള ചില നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ അതൊരു സ്പോട്ടാണ്. അതിനപ്പുറത്തേക്ക് ഈ സ്വർണം ഉരുക്കി നൽകുന്നതിന് സ്മാർട്ട് ക്രിയേഷൻസ് വഹിച്ച റോൾ എന്താണ്? ഹൈദരാബാദിലെ അവരുടെ മറ്റൊരു യൂണിറ്റ് ഇതിൽ ഏത് തരത്തിലാണ് ഇടപെട്ടിട്ടുള്ളത്? അപ്പോൾ ഇതിലെ തന്നെ ഒരു ജീവനക്കാരനാണ് ഇതിന് മുൻകൈ എടുത്ത് ഈ സ്വർണം ഉരുക്കുന്നതിന് മുൻകൈ എടുത്തതെന്നും അദ്ദേഹം പ്രതിഫലം പറ്റിയിട്ടുള്ളതും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് ഏത് നിലയിലാണ് ഈ ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചത്? അവർ ആദ്യം മുതൽ കൈ കഴുകുന്നത് തങ്ങൾ കൊണ്ടുവന്ന ഒരു ചെമ്പുപാളിയിൽ സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് നൽകി എന്ന് മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. SIT അന്വേഷണം വ്യാപിപ്പിച്ചതോടുകൂടി സ്മാർട്ട് ക്രിയേഷൻസ് അതിനപ്പുറത്തേക്കുള്ള ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിന് പ്രതിഫലമായി സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം ലഭിച്ചിട്ടുണ്ട്. അത് ആ തരത്തിലാണ് അവർക്ക് നൽകാറുമുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ജീവനക്കാരന് എന്തുമാത്രം സ്വർണമാണ് നൽകിയിട്ടുള്ളത്, ഏതൊക്കെ തരത്തിൽ ഈ ഒരു നെറ്റ്വർക്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇടപെട്ടിട്ടുണ്ട് എന്നതിൻ്റെ അന്വേഷണമൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും CEO അടക്കമുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം അന്വേഷണം വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞ ന്യായങ്ങളും വാദങ്ങളും ഒന്നും ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നതല്ല, മറിച്ച് കുറെ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ അവർ നടത്തേണ്ടി വരും. എന്തായാലും ഇന്ന് SIT സംഘം ഇങ്ങോട്ട് അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിന് മുന്നിൽ നിന്നാണ് മുഹമ്മദ് റഹീസ് ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.